പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്ന സമയത്ത് സ്കൂൾ കാലഘട്ടങ്ങളിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു ചെറിയൊരു ക്രഷ് തോന്നിയാലോ ഒരിഷ്ടം തോന്നിയാലോ ആ തോന്നി തുടങ്ങുന്ന അന്ന് തൊട്ടിട്ട് സ്കൂളിൽ പോകാൻ എന്താ ഉത്സാഹമല്ലേ. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കുളിച്ച് നല്ല അന്നത്തെ മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ, അന്നൊരു കണ്ണെഴുതി ലിപ്സ്റ്റിക്കൊന്നും അന്നത്തെ കാലത്ത് എനിക്കറിയില്ല കേട്ടോ ആരുടെയും കയ്യിലുണ്ടോയെന്ന്. ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടത് എൻ്റെ വിവാഹ സമയത്താണ്. അപ്പോൾ അതുവരെ ഞങ്ങൾക്കൊരു ലിപ്സ്റ്റിക്ക് പോലും വാങ്ങി തന്നിട്ടില്ല കേട്ടോ. വാങ്ങി തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, സിസ്റ്റർമാരുടെ വിവാഹ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിയാണ്, ഇടാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നമുക്ക് അന്നുള്ള ഓർഡർ. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ കെട്ടി ഒരു സ്കൂളിൽ പോകാൻ ഭയങ്കര ഒരു ഉത്സാഹമായിരിക്കില്ലേ. ആരോടെങ്കിലും ഒരു ക്രഷ് നമ്മൾ പ്രേമത്തിലാവുകയൊന്നും വേണ്ട, ചെറിയൊരു ക്രഷ് അടിച്ചാൽ മതി. അല്ലേ വേണ്ട, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറോ മാഷോ ക്ലാസ്സിൽ വരാനുണ്ടായാൽ മതി. അന്നത്തെ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. അതേപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. യൂട്യൂബ് ചാനൽ തുടങ്ങി രാവിലെ തന്നെ കുളിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് 10 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുമാതിരി സന്തോഷാട്ടോ. ആ സന്തോഷം കൊണ്ടാണ് ദിവസം ഒരു വീഡിയോസെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ജീവിത സാഹചര്യങ്ങളുടെ തിരക്ക് മൂലം വീഡിയോ പോസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. പക്ഷേ കഴിയുന്നതും ഡെയിലി ഒരു വീഡിയോ എങ്ങനെയെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ ആ വിചാരം മാത്രമായി പോവും, ചിലപ്പോൾ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ നമ്മളെ കാണാൻ 10 പേരുണ്ട്, അല്ലെ നമ്മളെ കുറിച്ച് അറിയാൻ 10 പേരുണ്ട്. ഏതോ ഒരു സിനിമയിൽ ആരോന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രണയം മനസ്സ് തോന്നിയാൽ പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ ഒരു പ്രത്യേക രസമാണെന്ന്. അതേപോലെ നമ്മളെ കാത്തിരിക്കാൻ 10 പേരുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും എന്താ പറയുക, ഒരു സന്തോഷമാണ്. അപ്പോൾ എന്നും നമ്മുടേതായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്താ, കേൾക്കാൻ ഒരാളാണ്. നമ്മളെയൊക്കെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പകുതി മുക്കാലും പ്രശ്നങ്ങളും അവിടെ തീരും. നമ്മുടെ കേൾക്കാൻ ആളില്ല, അല്ലെ പലർക്കും കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ് പലരുടെയും ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ. പലരുടെയും ലൈഫ് മാറ്റിമറിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ്, കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട്. അപ്പോൾ എന്നെ കേൾക്കാൻ നിങ്ങളുണ്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങളിലേക്ക് എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പങ്കുവെക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോഴേക്കും താഴെ വരും കമൻറ്റ്, ദൈവം തന്ന ശിക്ഷയാണ് എന്ന്. പക്ഷേ സന്തോഷങ്ങൾ പങ്കിടുമ്പോൾ ഒരിക്കലും ദൈവം തന്ന അനുഗ്രഹമാണ് എന്ന് ആരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. അത് കുശുമ്പായിരിക്കുമല്ലേ. കുശുമ്പാണല്ലോ മനുഷ്യർക്കുള്ളത്. കുശുമ്പില്ലാത്ത മനുഷ്യർ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല എന്നായിരിക്കും. മേ ബി മദർ തെരേസ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ കുശുമ്പും കുന്നായ്മയും ഇല്ലാത്ത ആൾക്കാർ വളരെ റെയറായിരിക്കും. അപ്പോൾ എന്തൊരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ എനിക്കൊരു തലവേദന വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്താൽ പോലും അതിൻ്റെ താഴെ കമൻറ്റ് വരും, എനിക്ക് ദൈവം തന്ന ശിക്ഷയാണെന്ന്. എന്നാലോ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പം ആരും വന്ന് പറയുന്നില്ല ദൈവം തന്ന അനുഗ്രഹമാണെന്ന്. എന്തല്ലേ മനുഷ്യരുടെ കാര്യം. ഏതായാലും എന്നും മോർണിംഗിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി മോർണിംഗിൽ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല. ഒന്നാമത് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഞാൻ പലപ്പോഴും തമാശക്ക് പറഞ്ഞ് ചിരിക്കാറുണ്ട്, ക്ലോക്ക് അവിടെ വെച്ച് നിർത്തി വെക്കണമെന്ന ഒരുപാട് സമയം ഉണ്ടാകുമല്ലോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മോർണിംഗിലൊരു വീഡിയോ ചെയ്തിട്ടേക്കാമെന്ന്. അപ്പോൾ കുളിച്ച് ഫ്രഷായി വന്നപ്പം വേഗം ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി, ചൂടോടെ നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ പറയാമെന്ന് പങ്കുവെക്കാമെന്ന് കരുതി. എൻ്റെ കൈക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. പിന്നെ മഴയല്ല മഴ, അതൊരിക്കലും ഞാൻ തിരുത്തൂല കേട്ടോ. ഇനി ഇതിൻ്റെ താഴെ കമൻറ്റ് വരും, മഴയല്ല മഴ.
അപ്പം അങ്ങനെയാണ്. എല്ലാവരും സുഖവും സേഫും ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ, നല്ലതായിട്ടും ദോഷമായിട്ടും ഉള്ള ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്